നമുക്ക് മസാല ടീ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി നമുക്ക് വേണ്ടത് ചതച്ച ഇഞ്ചി 2 ടേബിൾ സ്പൂണും ഒരു 5-8 ഏലക്കായും ഇതുപോലെ ഒരു 2 കറുകപ്പട്ടയുടെ 2 കഷ്ണങ്ങളാണ് വേണ്ടത്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 8-9 കരയാമ്പൂവും 1 ടീസ്പൂൺ കുരുമുളകുമാണ് വേണ്ടത്. കുരുമുളക് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് മസാല ടീക്ക് വേണ്ട സാധനങ്ങൾ ചൂടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഇപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടി ആയാലും ഫ്രൈ പാൻ ആയാലും എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇഞ്ചി ആദ്യമായി ഇടുകയാണ്. അതിപ്പോൾ തീ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് കേട്ടോ. ഇതൊന്നിട്ട് ഒരു സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഏലക്കായ ഇതിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഏലക്കായ ഒന്ന് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, ഏലക്കായയും കൂടി ഇടാം. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കറുകപ്പട്ടയും ഒന്ന് കൈ കൊണ്ടൊന്ന് ഒടിച്ചിടണം. അത് കഴിഞ്ഞപ്പോൾ തന്നെ കരയാമ്പൂവും കുരുമുളകും ഇടണം. കരയാമ്പൂവും കുരുമുളകും ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ല മണം വരുന്നത് വരെ ഇത് ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ ചട്ടിയിലിട്ട് ചൂടാക്കി നല്ല മണം വരുന്നത് വരെ എടുക്കണം. മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലാണ്ട് തീ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഫ്രൈ ആകുമ്പോൾ നല്ലോണം ഒരു മണം വരും. കുരുമുളകിൻ്റെയും കറുകപ്പട്ടയുടെയും ഇഞ്ചിയൊക്കെ മൂത്ത മണം വരും. ഏലക്കായുടെ ഒക്കെ നല്ല മണം വരും. അപ്പോൾ നമ്മത് ഓഫ് ചെയ്ത് ചൂടാറാൻ വെച്ച് ഗ്രൈൻഡ് ചെയ്തൊന്ന് പൊടിച്ച് ചൂടാക്കി എടുക്കാം. ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് പൊടിക്കാൻ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഇഞ്ചി അല്ലെങ്കിൽ ചുക്കായാലും നിങ്ങൾക്ക് ഒരു കഷ്ണം 2 ടേബിൾ സ്പൂൺ ആയിട്ട് ചേർക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഒരു എയർടൈറ്റായ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അത് ഒരു മാസത്തിലടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2 ഗ്ലാസ് ചായക്ക് 1/4 ടീസ്പൂണിനടുത്ത് പൊടി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ചായ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇനി